നിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീടുന്നത് വരെ സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഇവിടെയാണ്. അത്ഭുതത്തിന്റെ മഹാത്ഭുതം, പരിവർത്തനത്തിന്റെ മഹാത്ഭുതം. സഹോദരങ്ങളെ, പരിശുദ്ധിയുടെ പര്യായമായി എടാ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടയ്ക്കുന്നത് വരെയല്ലേയുള്ളൂ. പള്ളിക്കാട്ടിന് പോകില്ലേ സഹോദരങ്ങളെ? ഉച്ചനേനാക്കെ പകരേ ദിയേ കഫൻ और चुकी है सब मिलकर मां बाप भाई बहन. സാധാരണ കുളിച്ചിട്ടാണ് ഞാൻ വസ്ത്രം മാറ്റുന്നത്. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ ഇവരെന്റെ വസ്ത്രമങ്ങ് മാറ്റിക്കളഞ്ഞു. എന്നെ കഫൻ തുണി പുറവിച്ചു. ഞാൻ നോക്കുന്നത് എന്താണ്? ഓ ചുക്കിയ സബ് മിൽക്കർ മാം ബാപ്പ് ഭായി ബഹൻ. എന്റെ ഭായി എന്റെ സഹോദരൻ, ബഹൻ എന്റെ സഹോദരി, മാമന്റെ ഉമ്മ, ബാപ്പന്റെ ബാപ്പ എന്റെ മയ്യത്തിന്റെ ചുറ്റുമിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പൊന്നുമോനെ പോയല്ലോടാ, എന്റെ ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട്. കൺമണിയെ പോയല്ലോ. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. എന്റെ പൊന്നുമക്കൾ എന്റെ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നുണ്ട്. അരിമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, കൈകെട്ടി മിണ്ടാണെന്നു നീ കിടക്കുന്നേ. എന്റെ 8 വയസ്സുകാരനും എന്റെ 5 വയസ്സുകാരനും കൊണ്ടുതീരാ കണ്ണ് കൊതിതീരാത്ത 5 മാസം പ്രായമുള്ള എന്റെ പൊന്നുമോള് എല്ലാവരും കരഞ്ഞ് പറയാതെ എന്റെ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. മയ്യത്തിന് കെട്ടിപ്പിടിച്ചു മക്കളെ കരയുമ്പോ, ആ സമയത്ത് വീടിന്റെ ഉമ്മറപ്പടിയിൽ മറഞ്ഞു കിടക്കുമ്പോ സ്വന്തം മക്കളോട് പറയാൻ കഴിയണം, മക്കളെ ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കേണ്ട പൈസ കൊണ്ട് ഉപ്പ ഹാഫിളീങ്ങളായ മക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉപ്പ മണലാരണ്യത്തിനുണ്ടാക്കിയ പൈസ കൊണ്ട് ഉപ്പ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപ്പയുടെ മയ്യത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ഈ ഹാഫിളീങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ കരയണ്ട, ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആത്മാവുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഫിറോസ് ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ വരുമാനം കൊടുത്തിട്ട് ഹിഫ്ദുൽ ഖുർആൻ നടത്തുക. ലാഭമല്ലേ സഹോദരങ്ങളെ, ലാഭമല്ലേ? മാസം 50,000 രൂപ ചെലവുണ്ട്. 10 മാസം മാറ്റിവെച്ചാൽ 5 ലക്ഷമായി. അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരില് ഒരു 10 സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചു വെക്കാം. നിങ്ങൾ പറയും ബുദ്ധിമാൻ. പക്ഷേ ചെയ്യുന്ന കച്ചവടത്തിലേറ്റവും നല്ലതാ റബ്ബിന്റെ ആജ്ഞ കൊത്തു നീ നടക്കുന്നതാ. ഏറ്റവും നല്ല കച്ചവടം ഈ കച്ചവടമാണ്. കാരണം ഖബറിലേക്ക് പോകുന്ന സമയത്ത്, ആരില്ലാത്ത സമയത്ത്, ഖബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പിടിമണ്ണ് മാറിയിട്ടു മീതായെന്ന് എല്ലാവരും പോയി. പിന്നെ ആണ്ടതിക്കൊരു പ്രാവശ്യമാണ് വാപ്പയുടെ ഖബർ കാണുക. പക്ഷേ യഹിയാൻ വലിയ ഭാഗ്യവാനാണ്. ഖബറിലിട്ടിട്ട് ആരും പറഞ്ഞില്ല. ഉപ്പയും സഹോദരങ്ങളും തിരിച്ചു വന്നു. കൂടപ്പറപ്പ് പോയി. കണ്ടു കൊതി തീർന്നില്ല, മിണ്ടിപ്പൂതി തീർന്നില്ല, ഭാര്യയ്ക്ക് കണ്ടനുഭൂതി തീർന്നില്ല. ഗർഭത്തെ ശിശുവായ സുൽത്താൻ എന്ന പൊന്നുമോൻ ഉപ്പയുടെ മുഖം കണ്ടില്ല. പക്ഷെ കാണാൻ കഴിയും സഹോദരങ്ങളെ. ആ പൊന്നുമോൻ ഉപ്പയെ കാണുന്നവരിലെന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുരിയത്തുഹും ബീമാനിൻ അൽഹഖനാ ബിഹിം ദുരിയത്തുഹും വമാ ലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സ്വർഗ്ഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ വാപ്പയും ഉമ്മയും ദുരിയത്തുഹും അവരുടെ മക്കളും സ്വർണ്ണക്കട്ടിലിൽ നിൽക്കുമ്പോ ഉപ്പയുടെ മുഖം കാണാത്ത സുൽത്താൻ എന്ന മോൻ ഉപ്പയോട് പറയും, ഉപ്പ മരിച്ചതിന് ശേഷമുള്ള ദുനിയാവിലെ വിശേഷങ്ങളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു അങ്ങനെ ഒരു കുടുംബമാക്കി തീർക്കട്ടെ. ഭാര്യയും മക്കളും വന്നു, ഉപ്പയും സഹോദരങ്ങളും വന്നു. സഹോദരൻ ഖബറിനുള്ളിലായി മീസാങ്കലിൽ വെച്ചു ആണ്ടതിക്കല്ല. ഇനി ആ സ്വത്തിൽ നിന്ന് ആ മനുഷ്യനോ ഒരു പള്ളി വെച്ചിട്ട് ഫില്ലർ പൂർത്തിയാകുന്നതിന് മുമ്പെയാണ് ആ മനുഷ്യൻ ഖബറിലേക്ക് പോയത്. ആ മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാഭക്കച്ചവടം ചെയ്ത ആളാ. അവര് തീരുമാനിച്ചു, ഇനി എന്ത് വേണം?
ഇനി എന്ത് വേണം? ഒരു ദറസ് നടത്തുക. കലൂർ അബ്ദുറഹീം ഉസ്താദിന്റെ അടുക്കൽ പോയി ദറസ് നടത്താനുള്ള സ്ഥലമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ സഫീർ ഖാൻ മന്നാനെ വിളിച്ചു, ചുമതല ഏൽപ്പിച്ചു. 4 വർഷം കഴിഞ്ഞു. അവിടെ ഇരുന്നിട്ട് പിന്നീട് 24 മണിക്കൂർ ഖുർആനായി. മോനെ മറന്നില്ലല്ലോ, ഇതുപോലെ ജീവിത കാലമെല്ലൊരു കൊണ്ട് കണ്ടിട്ടുമുണ്ടോ ഇതിനു മുമ്പും പണ്ട്? ആ ചെറിയ കുണ്ടിന്റെ ഉള്ളിൽ സ്വർഗത്തിന്റെ പുതപ്പ് പുതയ്ക്കാൻ തങ്ങളുടെ സഹോദരന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി ഒരു കുടുംബം അർപ്പിച്ചു. ആ അർപ്പിച്ച അർപ്പണമാണ് യഹിയാ ഖാൻ മെമ്മോറിയൽ ഹിഫ്ദുൽ ഖുർആൻ. അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ, അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ. ആ മനുഷ്യൻ കബറിൽ കിടക്കുമ്പോ ഒരു വെളിച്ചം വരും. ഈ വെളിച്ചമേടാ അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ എന്റെ കൂട്ടുകാരനായ ഖുർആനാണെന്ന് കബറിൽ അത് വിളിച്ചു പറയുമെന്ന് വിശുദ്ധനായ നബി മുഹമ്മദ് മുസ്തഫ. നഷ്ടമല്ല ഇതിൽ വലിയൊരു ലാഭം ലോകത്ത് ചെയ്യാൻ. ആ മരിച്ച സഹോദരങ്ങളെ, ആ മനുഷ്യൻ മരിച്ചിട്ടില്ല. യഹിയാ ഖാൻ എന്ന മനുഷ്യന്റെ ശരീരമാണ് കബറിനുള്ളിൽ പോയത്. റൂഹിലാണ്. 7ാം ആകാശത്തിന്റെ മുകളിലിരുന്ന് ആ റൂഹിന്റെ ശക്തി കൊണ്ട് കാണുന്നുണ്ട് ഈ സദസ്സ്. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. വണ്ടോഷത്തിന്റെ വണ്ടിയുമായി നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല സുബഹി നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റു. കുപ്പായത്തിന് പിടിച്ചു വലിച്ചിരുത്തി, അബൂ ഹുറൈറ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ അബൂ ഹുറൈറ. എന്താണ് നബിയേ? സ്വർഗത്തിന്റെ നരകത്തിന്റെ മുമ്പിൽ ഒരു വാപ്പയും ഉമ്മയും വന്ന് നിൽക്കും. എന്നിട്ട് ആ വാപ്പയും ഉമ്മയും അത്ര തക്കവയുള്ളവരല്ല, പക്ഷെ അവരുടെ മകൻ ഹാഫിളാണ്. ആ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് വിടും. ഈ മകൻ പക്ഷേ സ്വർഗത്തിന് പോവില്ല. അവൻ ഹാഫിളാണ്, സ്വർഗത്തിന് പോവില്ല. മലക്കുകൾ ചോദിക്കും, നീ എന്താ സ്വർഗത്തിന് പോകാത്തതെന്താ? ഞാൻ പോവില്ല, എന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് ഹാഫിളായ പൊന്നുമോൻ നരകത്തിന്റെ മുമ്പിലുള്ള പടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് അവന്റെ ഉപ്പയുടെ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് അവൻ സ്വർഗത്തിലേക്ക് വലിച്ചിടും. അല്ലാഹുവേ, ഇവരാണ് എന്നെ ഹാഫിളാക്കിയത്, ഈ ഉമ്മയാണ് എന്നെ ഹാഫിളാക്കിയത്, ഇവരാണ് എന്നെ ഹാഫിളാക്കാൻ വിട്ടത്. അവരില്ലാതെ ഞാൻ പോകില്ല റബ്ബേ. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. അതൊന്നും എന്റെ ഉപ്പയാണ്, രണ്ടാമത് എന്റെ ഉമ്മയാന്ന് പറഞ്ഞ് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചിട്ടിട്ട് ആ മക്കള് സ്വർഗത്തിലേക്ക് പോകും. അബൂ ഹുറൈറ, ഏതുപോലെ എഴുന്നേറ്റ് പോയ നിന്നെ ഞാൻ കുപ്പായത്തിന് പിടിച്ചു തിരിച്ചതുപോലെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. ഒരു ചാണ്ടുകളിൽ സൂര്യൻ, താഴെ ചെമ്പിന്റെ തല. ഹിസാബിന് വേണ്ടി കിടന്നിട്ട് പിടയുകയാണ്. അമ്പിയാക്കളുടെ പുറകെ ഓടുകയാണ്. ആ സമയത്ത് ആകാശത്ത് ലോകത്തുള്ള കോടാന് ജനങ്ങൾ ഹിസാബിൽ കിടന്ന് വല്ലാതെ തീച്ചുളയിൽ വെന്തുരുകുമ്പോ സ്വർഗത്തിന്റെ മുകൾ ഭാഗത്തൊരു മിസ്കിന്റെ കുന്നിണ്ടത്രേ. ആ മിസ്കിന്റെ കുന്നിലിരുന്നിട്ട് ആ കുന്നിലൊരു ചെറിയ വൃക്ഷമുണ്ട്, ഇസ്മുഹു തൂബ. ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ്. തൂബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുറെ കുട്ടികളും കുറെ മുതിർന്നവരും ഇരുന്ന് സ്വകാര്യം പറയും, പൊട്ടിച്ചിരിക്കും. അവർക്ക് ഹിസാബില്ല. ബാക്കിയുള്ളവരൊക്കെ ഹിസാബിൽ നിൽക്കുകയാണ്. താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിൽ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിലിരിക്കുന്ന അവരോട് ചോദിക്കും, നിങ്ങളാരാ? നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ, നിങ്ങളാരാ? സ്വർഗത്തിന്റെ കുന്നിലിരിക്കുന്നവരാരാ? ആ സമയത്ത് അവര് പറയും, ഞങ്ങളാരെന്നറിയോ? അല്ലാഹുവിന്റെ ദൃഷ്ടിക്ക് വേണ്ടി ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങളാണവർ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരാരാ? അവര് പറയും, ഞങ്ങളുടെ അടുത്തിരിക്കുന്നത് ഞങ്ങളെ ഹാഫിളാവാൻ പോയപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾക്ക് വസ്ത്രം തന്ന, ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങളുടെ മാതാപിതാക്കളുമാണ്. ഇൻഷാ അല്ലാഹ് കാവുകളെ കുടുംബത്തിന് സ്വർഗത്തിന്റെ ഈ തൂബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ